ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് മദീന പള്ളിയിലേക്ക് കടന്നു വരികയാ. ആയിരക്കണക്കാന സഹാബത്തിനോട് പറയുകയാ, അതാകും ശഹ്റ റമളാൻ, റമളാൻ കടന്നു വന്നിരിക്കുകയാ. ശഹ്റു ബറകാ, ബറക്കത്തിന്റെ മാസമാണല്ലോ, പാപങ്ങൾ പൊറുക്കുന്ന മാസമാണല്ലോ. വയസ്തജീബു ഫീഹിന്ന ദുആ, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരാൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആ ഉണ്ടല്ലോ അല്ലാഹു കബൂലാക്കുന്നതാ, അല്ലാഹു സ്വീകരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, നബി തങ്ങളാ പറഞ്ഞത്, റസൂലുള്ളാഹിയാ പറഞ്ഞത്. ഇതെന്റെ വാക്കല്ല, ഇത് അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ വാക്കാ. ശഹ്റു ബറകാ, ബറക്കത്തിന്റെ മാസമാണല്ലോ, റഹ്മത്തിന്റെ മാസമാണല്ലോ. അല്ലാഹുവേ, റമളാനിന്റെ ആദ്യത്തെ 10 കടന്നു പോകുകയാ. നമ്മളെല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുന്നൊരു ദുആ ഉണ്ട്. ഏതെന്നറിയോ? അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. കരുണ തരണ അല്ലാഹ്, കരുണ തരണ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നവരോട് പറയുകയാ. നബി തങ്ങള് ആയിരക്കണക്കാന സഹാബത്തിനോട്, നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, സഹാബാ, റമളാനില് പരാജിതരുണ്ട് സഹാബാ, റമളാനില് പരാജിതരുണ്ട് സഹാബാ, റമളാൻ അനുകൂലമാകാത്തവരുണ്ട് സഹാബോ. നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ തിരിച്ചു ചോദിക്കുകയാ. നബി തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചിരിച്ചു ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, റമളാനിലെ പരാജിതരുണ്ടല്ലോ, ആരാണ് നബിയേ? നബി തങ്ങൾ മറുപടി പറയുകയാ, റമളാനിലെ പരാജിതരുണ്ടല്ലോ, അവരാരെന്നറിയോ? അല്ലാഹുവിന്റെ കരുണ ലഭിക്കാത്തവരാ, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്തവരാ, അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാത്തവരാ. നാദാ, റഹ്മത്ത് തരണ അല്ലാഹ്. നബി തങ്ങൾ പറയുമ്പോ നബി തങ്ങൾ സഹാബത്തിനോട് പറയുകയാ, അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. നിങ്ങൾ പറയുമല്ലോ, ഉസ്താദേ, വിത്ർ നിസ്കരിക്കുന്നുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, നന്മകൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരോട് പറയുകയാ. നബി തങ്ങൾ പറയുകയാ, അമല് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, അമല് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല. നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയ്ക്ക് അമല് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂലേ? അങ്ങയ്ക്ക് ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂലേ? നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ കാരുണ്യമുണ്ടല്ലോ, പൊതിഞ്ഞിട്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. അല്ലാഹുവിന്റെ കരുണയില്ലാതെ ഔവലഹു റഹ്മ, ആദ്യത്തെ 10 എന്ന് പറയുന്നത് കരുണയുടെ 10, ആദ്യത്തെ 10 എന്ന് പറയുന്നത് റഹ്മത്തിന്റെ 10. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പ്രിയമുള്ളവരെ നേടാൻ കഴിഞ്ഞു ഇല്ലെങ്കിൽ വല്ലാതെ പ്രയാസമാ, വല്ലാതെ പ്രതിസന്ധിയാ, വല്ലാതെ സങ്കടമാ. അതുകൊണ്ട് റമളാനിലെ പരാജിതാരെന്നറിയോ? നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റഹ്മത്ത് നേടാത്തവരുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവര് പരാജിതരാ. അതുകൊണ്ട് റമളാനിലെ 10 നമ്മളിൽ നിന്ന് കടന്നു പോകാൻ ദിവസങ്ങൾ മാത്രമാ. അല്ലാഹുവേ, നിന്റെ കരുണ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ പെടുത്തണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, റമളാൻ മാസം കടന്നു വന്നിരിക്കുകയാ, ബറക്കത്തിന്റെ മാസം കടന്നു വന്നിരിക്കുകയാ. എന്നിട്ട് നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബാ, അല്ലാഹുവിന്റെ കരുണയില്ലാത്തവരാണ് റമളാനിലെ പരാജിതരെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിലെ പരാജിതരാരാ? അല്ലാഹുവിന്റെ കരുണ നേടാത്തവരാരാ? അവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ പരാജിതരെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ കരുണ നൽകണേ റഹ്മാനെ, നിന്റെ റഹ്മത്ത്
റഹ്മത്ത് നൽകണേ റഹ്മാനെ. ഇവിടെ ഇരിക്കുന്നതിന് പകരം നിന്റെ കരുണ ഞങ്ങൾക്ക് ഓശാരമായി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ കരുണ ലഭിക്കാൻ നബി തങ്ങൾ 10 മാർഗങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹു ഈ 10ന്റെ ഗുണം എന്താ? നമ്മളൊക്കെ ദുആ ഇറക്കണവരാ. അങ്ങനെ ദുആ ഇറക്കണം. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഒരുമിച്ചാണെങ്കിൽ അല്ലാഹുമ്മ റഹംന യാ അർഹമർ റഹീമീൻ. പടച്ചവനെ നിന്റെ കരുണ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു നിന്റെ റഹ്മത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ എന്ന് നമ്മൾ ദുആ ചെയ്യണവരാ. ആ കരുണ ലഭിക്കണമെങ്കിൽ നബി തങ്ങൾ പറയാ 10 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാരാ അവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 കാര്യങ്ങൾ ചെയ്യണവരാരാ അവർക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ടെന്ന് നബിയിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 10 പറയാൻ പറ്റില്ല. ഇൻഷാ അല്ലാഹ് ഒരു 4 5 ഇൻഷാ അല്ലാഹ് ആയത്തും ഹദീസും ചരിത്രങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് വിട പറയണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ, റഹ്മത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ കരുണ നേടുന്ന 10 വിഭാഗങ്ങൾ അല്ലാഹുവേ അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. വെള്ളം അടിച്ചാൽ കിട്ടുമോ? കിട്ടൂല. പലിശക്ക് കൊടുത്താൽ കിട്ടുമോ? കിട്ടൂല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ കിട്ടുമോ? കിട്ടൂല. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയാതിരിക്കാൻ കഴിയില്ല. റമളാൻ മാസമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ തറാവീഹിന് കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട കടമ ആർക്കുണ്ട്? നമ്മൾ മാതാപിതാക്കൾക്കുണ്ട്. ഇപ്പോ ലഹരി എന്ന് പറയുന്ന ഈ ഒരു സംഭവം വല്ലാത്ത പ്രയാസമാണ് നമ്മുടെ നാട് മുഴുവനും. അല്ലാഹു നീ കാത്തിരിക്കണേ റഹ്മാനെ. ഇവിടെ എന്നല്ല, ലോകത്ത് എവിടെ ചെന്നാലും ലഹരി പ്രശ്നം തന്നെയാണ്. ഞാനൊരു 6 മാസം മുമ്പ് ലക്ഷദ്വീപില് അമിനി എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ഞാൻ വയലിന് പോയതാ. അവസാന ദിവസം വയലിന് സ്റ്റേജിലോട്ട് കയറാൻ പോയപ്പോ ഒരു വാപ്പ കൊണ്ടുവന്ന് 1000 രൂപ എൻ്റെ തന്നിട്ട് പറഞ്ഞു, സാറേ ബക്കറ്റിൽ നിങ്ങൾ തന്നെ പൈസ ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ട് ഇടണ്ടേ? എന്തിനു വേണ്ടിയാ ദുആ ഇറക്കണ്ടേ? സാറേ എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ഇറക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ആ പൈസ ഒന്ന് ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഇടാം. എന്നിട്ട് ഇയാൾ കരഞ്ഞിട്ട് എന്നോട് പറയും, സാറേ എന്റെ മകന് കഞ്ചാവിനടിമയാ ഉസ്താദ്. അല്ലാഹു നീ കാത്തിരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ കാത്തിരിക്കണേ റഹ്മാനെ. എന്തിനടിമയാണ്? കഞ്ചാവിനടിമയാണ്. അപ്പൊ ഞാൻ ആ ചങ്ങാതി എടുത്ത് ചോദിച്ചു, മോനെ 4 ഭാഗത്തും കടലാണ്, ഈ ചങ്ങാതിക്ക് എവിടെ നിന്നാ കഞ്ചാവ് കിട്ടണേന്ന് ചോദിച്ചു. ഇനി എറണാകുളത്ത് എവിടെയും പഠിക്കാൻ പോയതാണോ? ഉസ്താദേ എന്റെ മകൻ 1 തൊട്ട് +2 വരെ പഠിച്ചിട്ടുള്ളൂ. ഇവൻ ദ്വീപിൽ നിന്ന് പുറത്തോട്ട് പോയിട്ടുമില്ല. പോയാൽ തന്നെ ഞാനുമായിട്ടാ പോകണത്. ഞാൻ ചോദിച്ചു പിന്നെ ഇവൻ പുറത്തോട്ട് പോകാതെ എവിടെ നിന്ന് ഇത് കിട്ടുക? ഉസ്താദേ കൊച്ചിയിൽ നിന്ന് കപ്പലുണ്ട് ഉസ്താദേ, അമിനി ദ്വീപിലേക്ക് കപ്പൽ സർവീസ് ഉണ്ട് ഉസ്താദ്. ഈ കപ്പൽ പോകുമ്പോ ഈ കപ്പലിലെ ജോലിക്കാരെന്ത് ചെയ്യും? കൊച്ചിയിൽ നിന്ന് കഞ്ചാവ് എടുത്തിട്ട് അത് ഉസ്താദെ അമിനി ദ്വീപ് കൊണ്ട് സപ്ലൈ ചെയ്യണം ഉസ്താദെ. എന്റെ മകൻ ഇപ്പൊ ഡി അഡിക്ഷൻ സെന്ററിലാന്ന് പറയുമ്പോ അല്ലാഹു ലഹരി ഉപയോഗിച്ചിട്ട് സ്വന്തം കൂട്ടുകാരനെ പോലും കൊല്ലുന്ന കാലഘട്ടം, ഉറങ്ങിക്കിടന്ന ഉമ്മയുടെ കഴുത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ കത്തിയെടുത്തു വെച്ച കാലഘട്ടം. അല്ലാഹു നീ കാത്തിരിക്കണേ റഹ്മാനെ. ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രേമിച്ചാൽ കിട്ടുമോ റഹ്മത്ത്? കിട്ടൂല. ഞാൻ നിങ്ങളുടെ സ്നേഹത്തിൽ പറയും, എന്ത് തെമ്മാടിത്തരങ്ങൾ ചെയ്താലും ഈ റഹ്മത്തിന്റെ 10 എന്റെ പ്രിയപ്പെട്ടവരെ പാപങ്ങൾ പൊറുപ്പി. നമ്മൾ പറയും ഉസ്താദെ നാളെ ആകട്ടെ ഉസ്താദെ, നാളെ ആകട്ടെ ഉസ്താദെ. ഞാൻ ചോദിക്കട്ടെ, ഖത്മുൽ ഖുർആൻ ഓതാൻ തുടങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയപ്പ. ഖത്മുൽ ഖുർആൻ ഓതാൻ തുടങ്ങിയവര് ധൈര്യത്തിൽ പൊക്കി. ഞാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ചില ആളുകളൊക്കെ ഉണ്ട്, എങ്ങനെയാണെന്നറിയോ? റമളാൻ തുടങ്ങുന്ന ദിവസം ഈ നിയ്യത്തൊക്കെ വെക്കും, ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ ഒരു ജുസ് ഓതൂല. ഉറക്ക ക്ഷീണം കൊണ്ട് ചിലപ്പോൾ കൊണ്ട് വീഴും. സുബഹി നിസ്കരിച്ച പാട് തന്നെ അവിടെ വീഴും. പിന്നെ നാളെ ഓതാ ഉസ്താദെ ഓതൂല, മറ്റൊന്ന് ഓതാ ഉസ്താദെ ഓതൂല. അങ്ങനെ ഓതി അവസാനം 27 ആവുമ്പോൾ ഒരു ഓട്ടം ഉണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. പിന്നെ ചില ആളുകളുണ്ട് തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങും. ഇവിടെ ഇപ്പൊ ഇവിടെയൊക്കെ അലം തറയും അല്ലാഹൊക്കെ തന്നെ ആയിരിക്കും ഓതുക അല്ലെ? ഈ ഏരിയയിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പോയി ഖത്മുൽ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അപ്പോ ഈ ചില ആളുകളുണ്ട് തറാവീഹ് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ടൈം നോക്കും. ഈ പള്ളിയിൽ 9:20. എന്നിട്ട് കൂട്ടുകാരനെ വിളിക്കും, അളിയാ നീ ഏത് പള്ളിയിലാ പോയെ? ഞാൻ തൊട്ടപ്പുറത്തെ പള്ളിയിൽ. അവിടെ എത്ര മണിക്കാ കഴിഞ്ഞ? 9:15. അന്ന് ഉസ്താദിനെ പിരിച്ചു വിടണം. അങ്ങനാണ് ഇങ്ങനാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ഒന്നും എന്റെ പ്രിയപ്പെട്ട ചില ആളുകളുണ്ട് റമളാനിൽ നോമ്പ് പിടിക്കും. ഒരു വൈകുന്നേരം 3 മണിയാകുമ്പോൾ ക്ലോക്ക് നോക്കും. അല്ലാഹ് ഇനിയുണ്ട് 3.5 മണിക്കൂർ. 4 മണിയാകുമ്പോൾ പിന്നെയും നോക്കും, ഇനിയുണ്ട് 2.5 മണിക്കൂർ. 5 മണിയാകുമ്പോൾ പിന്നെയും നോക്കും, ഇനിയുണ്ട് 1.5 മണിക്കൂർ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞില്ല, പ്രേമിച്ചുകൊണ്ട് റമളാൻ മാസത്തില് പകല് മുഴുവനും നോമ്പ്. എന്നിട്ട് പാതിരാത്രി ഈ സ്നേഹിക്കുന്ന ചെറുക്കനുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ കോൾ. അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ചില ആളുകൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, ഉസ്താദെ പട്ടിണി കിടക്കലല്ലേ ഉസ്താദെ നോമ്പ്? അല്ല, പട്ടിണി കിടക്കും എന്നിട്ട് എല്ലാ
തെമ്മാടിത്തരങ്ങളും കാണിക്കും. ഓന്റെ നോമന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹ്ക്ക് വേണോ? വേണ്ട. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ സാന്ദർഭികമായി പറയാ, ഈ പ്രേമിച്ചിട്ടൊക്കെ നോമ്പ് പിടിക്കണം മക്കളുണ്ടെങ്കിൽ തൗബ ചെയ്ത് അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു ആവശ്യത്തിന് പോയി, തിരിച്ച് നാട്ടിലേക്ക് ആലപ്പുഴയ്ക്ക് പോവാ. അപ്പൊ ട്രെയിനിന് ടിക്കറ്റ് റിസർവ് ആയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വീട്ടിൽ രാവിലെ നോമ്പായതുകൊണ്ട് വീട്ടിൽ രാവിലെ അത്താഴത്തിന് എത്തണം. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് നിന്ന് ഒരു KSRTC ബസ്സിൽ പെട്ടെന്ന് കയറി. ബസ്സിൽ കയറി ഞാൻ സാധാരണ എനിക്ക് വീട്ടിൽ കിടന്ന സാധാരണ ഉറക്കം വരും. ഞാൻ എപ്പോഴും ഉമ്മാടുത്ത് പറയും, നമുക്കൊരു ബസ്സോ ട്രെയിനോ വാങ്ങണം, കാരണം എന്താ അതിൽ കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരും. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ബസ്സിൽ കയറി. സാധാരണ ബസ്സിൽ കയറി ഉറങ്ങണതാണ്. ഞാൻ ബസ്സിൽ കയറുമ്പോൾ തന്നെ എന്റെ സീറ്റിന്റെ തൊട്ടപ്പുറത്തെ സീറ്റിൽ ഒരാണും പെണ്ണും ഇരിക്കുന്നുണ്ട്, കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കണേ. അള്ളാഹുവേ, ആ പെണ്ണ് ഇടക്കിടക്ക് എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കണുണ്ട്. കാരണം വെള്ള ഡ്രസ്സ് ആയതുകൊണ്ട് കോൾ ഇങ്ങനെ ഇടക്കിടക്ക് ഒളിഞ്ഞു നോക്കണുണ്ട്. അപ്പൊ എന്റെ വിചാരം എന്താ, ഏതെങ്കിലും കോളേജിൽ പഠിക്കണം മക്കള്, പ്രേമിക്കണം മക്കളായിരിക്കും, അതുകൊണ്ടല്ലേ കെട്ടിപ്പിടിച്ചിട്ടിരിക്കണേ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തിയപ്പോഴും ഈ ചെറുപ്പക്കാരൻ പുറത്തോട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഈ പെണ്ണിനെ ഇറക്കിയില്ല. എന്നിട്ട് ഓൻ അവിടെ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ പാഴ്സലാക്കിയിട്ട് ബസ്സിന്റെ അകത്ത് കൊണ്ട് എന്നിട്ട് ഇവളുടെ വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും, ആൾക്കാർ മുമ്പ് വെച്ച്. അങ്ങനെ ബസ് അവിടെ നിന്ന് എടുത്തു. നമ്മുടെ ഈ തൃശ്ശൂർ കഴിഞ്ഞാല് കുന്നംകുളം കഴിഞ്ഞാല് മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ഞാനിങ്ങനെ സൈഡ് സീറ്റ് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പോലീസ് ജീപ്പ് ഹോൺ അടിച്ചു കൊണ്ടുവന്നിട്ട് ഈ KSRTC ബസ്സിന്റെ മുമ്പിൽ കൊണ്ട് വട്ടമിട്ടിട്ട് പോലീസുകാരൻ പെട്ടെന്ന്. അപ്പൊ എന്റെ വിചാരം എന്താ പറഞ്ഞാൽ, ഇനി കണ്ണൂർ സീരെ തിന്നിയും കൊണ്ട് കേസ് കൊടുത്ത് നമ്മൾ പൊക്കാൻ വന്നായിരിക്കും. അങ്ങനെ ആയിരിക്കും ഞാൻ കരുതിയത്. ഈ പോലീസുകാരൻ എന്ത് ചെയ്തു, ഫ്രണ്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഡ്രൈവറിനോട് ചോദിച്ചു, കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സാണോ? ഡ്രൈവർ പറഞ്ഞു, ആണ് സാറേ, കോഴിക്കോട് നിന്ന് വരുന്ന ബസ്സാ. ലൈറ്റ് ഇടാൻ പറഞ്ഞു ബസ്സിന്റെ അകത്ത്. ഈ ചങ്ങാതി ബസ്സിൽ പോലീസുകാർ ഒരു 3-4 പേര് മഫ്തിയിൽ വന്ന് സുബ്ഹാനല്ലാഹ് ബസ്സിന്റെ അകത്ത് കയറി. ബസ്സിന്റെ അകത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോ സീറ്റും തപ്പി വന്ന് എന്റെ സീറ്റിന്റെ തൊട്ട് പുറയിരിക്കുന്ന 2 പേരോടും പൊക്കിയിട്ട് പറഞ്ഞു ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഈ ആണും പെണ്ണും വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന മക്കൾ അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പോലീസുകാർ പറഞ്ഞു ഇറങ്ങിക്കോ മക്കളെ, പോകാന്ന് പറഞ്ഞിട്ട് ഈ 2 പേരും പൊക്കിയെടുത്തുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, എന്തെല്ലാം തിന്മകൾ ചെയ്താലും എന്തെല്ലാം അദാബുകൾ ചെയ്താലും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ 10 പ്രിയപ്പെട്ടവരെ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ പൊറുപ്പിച്ചെടുക്കാൻ കഴിയണം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.